നിർത്താതെ അങ്ങ് പോയി. വണ്ടി ഇടിച്ച് പോറിയെന്ന് മനസ്സിലായി. അതാവന്മാര് പെട്ടെന്ന് ഹായ്, എല്ലാവർക്കും സുഖമായിട്ടിരിക്കുന്നു. നമ്മൾ സുഖമായിട്ടൊക്കെ ഇപ്പോൾ ഇരിക്കുകയാണ്. പക്ഷേ ഈ ഒരു വീഡിയോയിൽ അത്ര സുഖകരമല്ല കേട്ടോ. അതായത് ഞാൻ ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ആയി വന്നിട്ടൊരു 4 ദിവസം ആയപ്പോൾ ഉള്ളൊരു വീഡിയോ ആണ്. അതായത് അന്ന് തൊട്ടേ ഹോസ്പിറ്റലിൽ കയറി ഇറങ്ങൊക്കെ കേട്ടോ, ഒന്നീ മോൾക്ക് അല്ലെങ്കിൽ എനിക്ക്. അപ്പോൾ ഇന്ന് മോളെ കൊണ്ടാണ് പോകുന്നത്. അവൾക്കാണെങ്കിൽ ഹോസ്പിറ്റലിൽ നിന്ന് വരുന്നതിൻ്റെ തലേന്ന് മോശം പോയതാണ്. പിന്നെ മോശം പോയിട്ടേ ഇല്ല. ആകെ പേടിച്ചോട്ടോ. കഴിഞ്ഞ ദിവസം വിളിച്ചു ചോദിച്ചപ്പോഴത്തേക്ക് 2-3 ദിവസം നോക്കുക, അത് കഴിഞ്ഞ് കൊണ്ടുവന്നാൽ മതി എന്ന് പറഞ്ഞു. ഇന്ന് 5 ദിവസമായി കേട്ടോ. എനിക്ക് ആകെ ടെൻഷനായി. അപ്പോൾ കാഷ്വാലിറ്റി കൊണ്ടുവന്ന് കാണിക്കാമെന്ന് പറഞ്ഞ് അങ്ങോട്ട് കൊണ്ടുപോയി. അവിടെ കൊണ്ടുപോയതിൻ്റെ വേഗത്തിൽ തന്നെ നമ്മൾ തിരിച്ചു വന്നിട്ടുണ്ടായിരുന്നേ. ആദ്യം അവിടെ ചെന്ന് വെയിറ്റൊക്കെ നോക്കി. കുഞ്ഞിന് കുഴപ്പമില്ല, നോർമൽ വെയിറ്റൊക്കെ ആണ്. പിന്നെ അവിടെ മോശം പോകാത്ത കാര്യം പറഞ്ഞപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു അതൊന്നും വലിയ സീനേ അല്ല, ഇതൊക്കെ നോർമലായിട്ടുള്ള കാര്യമാണ്, കുഞ്ഞുങ്ങൾക്ക് ഒരാഴ്ച വരെയൊക്കെ പോകാതിരിക്കും, അതൊന്നും വലിയ കാര്യമാക്കണ്ട, അത് കഴിഞ്ഞിട്ടും പോയിട്ടില്ലെങ്കിൽ കൊണ്ടുവന്നാൽ മതി എന്ന് പറഞ്ഞു കേട്ടോ. അങ്ങനെ പിന്നെ അവിടുന്ന് വിട്ടു. ഞാൻ ആകെ പേടിച്ച് വരണ്ടാണ് അങ്ങോട്ട് പോയത്. അങ്ങനെ പിന്നെ ഇത് അവിടുന്ന് ഇറങ്ങി. പിന്നെ വരുന്ന വഴിക്ക് നമ്മൾ പുന്തലത്താഴത്ത് ആ വഴിയായിട്ടോ വന്നത്. അന്നേരം സൂപ്പർ മാർക്കറ്റിൽ കുറച്ച് സാധനം മേടിക്കാൻ കയറണമായിരുന്നു. അങ്ങനെ ഇത് അമ്മയും കുഞ്ഞിനും കൂടെ അങ്ങോട്ട് പോയി. ഞാനും മോളും കൂടെ കാറിൽ തന്നെ ഇരിക്കുകയാണ്. കുഞ്ഞിൻ്റെ അടുത്ത് ചോദിച്ചു AC ഇട്ട് തരണോ? ഞാൻ പറഞ്ഞു വേണ്ട, ചിലപ്പോൾ കുഞ്ഞിന് എന്തെങ്കിലും ബുദ്ധിമുട്ടായാലോ എന്ന് പറഞ്ഞിട്ട് വേണ്ടാന്ന് പറഞ്ഞു. അയ്യോ, തിരിച്ച് അവർ വരുന്ന സമയത്തൊക്കെ ഞാനിങ്ങനെ എന്താ പുഴുങ്ങിയെടുക്കത്തില്ലേ, പുഴുങ്ങിയെടുക്കത്തില്ലേ, ആ ഒരു പരുവത്തിരിക്കുകയായിരുന്നു. കാരണം വിയർത്ത് ഒലിച്ച്. പിന്നെ ഞാൻ അവിടെ ഇരുന്ന കയ്യിലിരുന്ന ഒരു പേപ്പർ വെച്ച് കുഞ്ഞിന് വീശി കൊടുത്തിട്ടാട്ടോ ഇരുന്നത്. അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് അമ്മയും കുഞ്ഞനും കൂടെ വന്നിട്ടുണ്ടായിരുന്നു സാധനങ്ങളൊക്കെ ആയിട്ട്. പിന്നെ അവിടെ നിന്ന് നേരെ ഞങ്ങൾ പിന്നെ വീട്ടിലോട്ട് വിട്ടു. ആ വരുന്ന വഴിക്ക് ഇതാ ജസ്റ്റ് വഴിയൊക്കെ വീഡിയോ എടുക്കുമല്ലോ, അപ്പോഴാണ് ഇതാ ഈ ഒരു സംഭവം ഉണ്ടായത്. ഈ 3 മാന്യന്മാരുണ്ടല്ലോ നമ്മുടെ വണ്ടിയിലോട്ട് കൊണ്ടുവച്ച് ഇടിക്കുകയായിരുന്നു. അതും വളവ് ഹോൺ അടിച്ച് നമ്മൾ കയറി വന്ന്, അവർ ഹോൺ അടിക്കാതെ കയറി വന്നൊരു ഒറ്റ ഇടിയായിരുന്നു. ഇടിച്ച വഴിയെ ഒറ്റ പോക്കുമായിരുന്നു കേട്ടോ, നിർത്തിയതേ ഉണ്ടായിരുന്നില്ല. ഞങ്ങൾ വീട്ടിൽ വന്ന് നോക്കിയപ്പോൾ ഇതായിരുന്നു അവസ്ഥ. കാറിൻ്റെ ഒരു സൈഡ് നന്നായിട്ട് ഉരഞ്ഞു പോയിട്ടുണ്ടായിരുന്നു. അവർ നിർത്താതെ അങ്ങ് പോയി. വണ്ടി ഇടിച്ച് പോറിയെന്ന് മനസ്സിലായി. അതാവന്മാര് പെട്ടെന്ന് നിർത്താതെ പോയത്. ഞാൻ മാന്യന്മാരെന്ന് പറഞ്ഞത് ഈ ഒരു കാരണം കൊണ്ടാണ്. ഭയങ്കര ഓവർ സ്പീഡായിരുന്നു. വളവിനൊക്കെ ഇത്രയും സ്പീഡിൽ വരാനേ പാടില്ല. എന്നിട്ട് അമ്മമാർ ഒരുപാട് സ്പീഡിൽ വന്നു കൊണ്ടുവച്ച് ഇടിച്ചൊരു സൈഡ് നശിപ്പിച്ചു. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ചോദിക്കാൻ ചെന്നപ്പോൾ ഇവന്മാർ എന്തൊക്കെയോ പറഞ്ഞിട്ട് തന്നെ ഇരുന്ന് ഇവന്മാർ പൊട്ടിച്ചിരിക്കുകയായിരുന്നു ചെയ്തത്. ചിരിച്ചുകൊണ്ട് വണ്ടി വിട്ട് അങ്ങ് പോവുകയും ചെയ്തു. ഒന്നും പറയുകയോ ഒന്നും ചെയ്യാതെ. നമുക്ക് ഇറങ്ങാൻ പറ്റില്ല. ഒന്നാതെ കുഞ്ഞിന് കാല് വയ്യാത്തതുകൊണ്ട് പെട്ടെന്ന് ഇറങ്ങാനും പറ്റത്തില്ലല്ലോ. ഞാൻ കയ്യിൽ കുഞ്ഞിനെയും കൊണ്ടായിട്ടിരിക്കുക. ഫ്രണ്ടിൽ കുഞ്ഞ് കയ്യിൽ ഇരിക്കുന്നതുകൊണ്ട് തന്നെ നന്നായിട്ട് പേടിച്ചിട്ടുണ്ടായിരുന്നു. ഒറ്റ ഇടിയിൽ നമ്മൾ ഫ്രണ്ടിലോട്ട് ആയുമല്ലോ. ശരിക്കും പറഞ്ഞാൽ ബാക്കിൽ അമ്മയുടെ കയ്യിൽ കുഞ്ഞിനെ വെച്ചുകൊണ്ടാണ് ഞാൻ എപ്പോഴും ട്രാവൽ ചെയ്യാറുള്ളത്. ഇപ്പോൾ അമ്മ കടയിലോട്ട് കയറിയപ്പോൾ കുഞ്ഞിനെ എൻ്റെ കയ്യിൽ തന്നു. പിന്നെ ഞാൻ വിചാരിച്ചു കടയിലൊക്കെ പോയി സാധനങ്ങളൊക്കെ എടുത്തിയല്ലേ, സാനിറ്റൈസറും കയ്യിലില്ല, അതുകൊണ്ട് കുഞ്ഞിനെ ഞാൻ തന്നെ പിടിച്ചോളാം എന്ന് പറഞ്ഞാണ് ഫ്രണ്ടിൽ ഇരുന്ന് പിടിച്ചത്. അന്നേരമാണ് ഈ ഒരു സംഭവം ഉണ്ടായത്. ശരിക്കും പറഞ്ഞാൽ പേടിച്ചെന്ന് പറഞ്ഞാൽ ഭയങ്കരമായിട്ട് പേടിച്ച് പോയിട്ടുണ്ടായിരുന്നു. വീട്ടിൽ വന്നപ്പോൾ അതൊക്കെ നമ്മൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടേ ഇരിക്കുകയായിരുന്നു. അത് കുഞ്ഞും കയ്യിലിരുന്നുകൊണ്ടാണ് ഇത്രയും പേടിച്ചത്. അങ്ങനെ വീട്ടിൽ വന്നപ്പോഴത്തേക്ക് പിന്നെ കുഞ്ഞിനെ അത് വെള്ളം തൊട്ടൊക്കെ തുടച്ച് നോക്കുകയാണ് പോകുന്നതെന്ന് അറിയാൻ വേണ്ടിയിട്ട്. പിന്നെ എൻ്റെ കാലിൻ്റെ അവസ്ഥ ഇപ്പോൾ ഇതായിരുന്നു കേട്ടോ. ആ ഒരു സമയത്തൊക്കെ നീര് കയറിയിട്ട് നടക്കാൻ പോലും പറ്റുന്നില്ല. നീരും വെള്ളമായിട്ട് നല്ലൊരു വേദനയും ബുദ്ധിമുട്ടും ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ വീട്ടിൽ വന്നതിന് ശേഷം ഈ ഐസ്ക്രീമിൻ്റെ കാര്യം മറന്നു പോയിട്ടുണ്ടായിരുന്നു. കുറച്ച് കഴിഞ്ഞായിട്ട് അടുത്ത് അപ്പോഴത്തേക്ക് മെൽറ്റ് ആവാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ഒരു പിസ്തയുടെയും മാംഗോ ഫ്ലേവർ ആയിരുന്നു. പിസ്ത കൊള്ളത്തിയില്ലായിരുന്നു, മാംഗോ സൂപ്പറായിരുന്നു കേട്ടോ. അങ്ങനെ അതൊക്കെ കഴിച്ചിട്ട് ഞാൻ ഒറ്റ കിടപ്പായിരുന്നു. കുഞ്ഞ് ഉറങ്ങുന്ന സമയത്ത് ഇത്തിരി ഒന്ന് കിടന്നൊന്ന് മയങ്ങാന്ന് എഴുതി. അങ്ങനെ മയങ്ങാനൊന്ന് കിടന്നു കഴിഞ്ഞപ്പോഴത്തേക്കാണ് കണ്ണിൽ ഉറക്കം പിടിച്ചപ്പോഴത്തേക്ക് കുഞ്ഞെന്താ ഏത്തക്ക പുഴുങ്ങിയതും കൊണ്ടുവന്നു. അമ്മയാണെങ്കിൽ ചായയും ഏത്തക്ക പുഴുങ്ങിയതും കൂടെ കൊണ്ടുവന്ന് കൊടുത്തിട്ട് പോയാട്ടോ. അങ്ങനെ അതെൻ്റെ വായിലോട്ട് കട്ട് ചെയ്ത് ഓരോ പീസ് ഇട്ട് തന്നു. ഞാൻ ഉറക്കപ്പിച്ചയിൽ എന്തൊക്കെയോ 1-2 പീസൊക്കെ കഴിച്ചു കേട്ടോ. അത് കഴിഞ്ഞ് ഇങ്ങനെ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഇങ്ങനെ കിടക്കുകയായിരുന്നു. പിന്നെ ഒരു സന്ധ്യ കഴിഞ്ഞപ്പോഴത്തേക്ക് അപ്പുറത്തെ വീട്ടിലെ ചേച്ചിയാണെങ്കിൽ അമ്പലപ്പുഴ പാൽപ്പായസം കൊണ്ടുവന്നിട്ടോ. ഞങ്ങൾ പോയൊരു സമയത്ത് മേടിക്കാൻ നോക്കിയിട്ട് ഞങ്ങൾക്ക് കിട്ടിയില്ല കേട്ടോ. ഞങ്ങളുടെ അവസാനത്തെ ഒരു പോക്ക് അത് തന്നെയായിരുന്നു. അവസാനമായിട്ടും ബൈക്കിൽ അത്രയും ദൂരം ട്രാവൽ ചെയ്തത് ആദ്യമായിട്ടായിരുന്നേ. അതിനുശേഷമാണ് കുഞ്ഞിന് ആക്സിഡൻ്റ് ആയത്. അതിനുശേഷം പിന്നെ എവിടെയും പോകാൻ പറ്റിയില്ല. ഞങ്ങൾ ഇടയ്ക്കൊക്കെ ഇങ്ങനെ ട്രാവൽ ചെയ്യണമെന്നൊക്കെ വിചാരിച്ചിരുന്നായിരുന്നു ബൈക്കിൽ. എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു ബൈക്കിൽ ട്രാവൽ ചെയ്യുന്നത്. പക്ഷേ ഇനി ഒരിക്കലും ട്രാവൽ ചെയ്യാൻ പറ്റത്തില്ലല്ലോ എന്ന് ഓർക്കുമ്പോൾ ഒരു സങ്കടമുണ്ട്. എന്നാലും കുഴപ്പമില്ല, എൻ്റെ കുഞ്ഞിന് വേറെ പ്രശ്നമൊന്നും ഇല്ലാതെ കിട്ടിയല്ലോ, അത് തന്നെ വലിയ കാര്യം. പലപ്പോഴും വിചാരിക്കും കേട്ടോ ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഇനി ഓർക്കരുത്, വിഷമിക്കരുതെന്ന്. എന്നാലും ഓർമ്മ വരും. ഇനി അതൊക്കെ പറഞ്ഞ് നിങ്ങളെയും കൂടെ ഞാൻ വേദനിപ്പിക്കുന്നില്ല കേട്ടോ.